ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലപ്രഖ്യാപനത്തിന് ഇനി 4 ദിവസം മാത്രം. ഭീകരതയ്ക്കെതിരെ രാജ്യതാൽപര്യത്തിനനുസരിച്ചുള്ള നിലപാടാണ് ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട 10ാമത് ദ്വിദിന ദേശീയ ഉച്ചകോടിക്ക് ചണ്ഡിഗഡിൽ ഇന്ന് തുടക്കമാകും. വിനോദസഞ്ചാരികൾക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സ്പോൺസർഷിപ്പും ഒഴിവാക്കി ലക്ഷദ്വീപ് ഭരണകൂടം ഉത്തരവിറക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ബീച്ച് ഗെയിംസിൽ ഗുസ്തിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. മെയ് 4 രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്. ആദ്യം തപാൽ വോട്ടുകളാകും എണ്ണുക. അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. പശ്ചിമബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ് കൂടി ഇന്നലെ പൂർത്തിയായതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പ്രക്രിയ പൂർത്തിയായി. പശ്ചിമബംഗാളിൽ 2ാം ഘട്ടത്തിൽ 92.67% പോളിംഗ്. വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതുവരെ എക്സിറ്റ് പോളുകൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇന്നലെ വൈകിട്ട് പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം കേരളത്തിൽ ഭരണമാറ്റവും അസമിൽ ബിജെപിയുടെ വൻ മുന്നേറ്റവുമാണ് പ്രവചിക്കുന്നത്. പശ്ചിമബംഗാളിൽ ബിജെപിക്കും ചില എക്സിറ്റ് പോളുകൾ തൃണമൂൽ കോൺഗ്രസിനും വിജയം പ്രവചിക്കുന്നു. തമിഴ്നാട്ടിൽ DMK നയിക്കുന്ന സഖ്യം വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്നാണ് സൂചന. പുതുച്ചേരിയിൽ NDA സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർ പാലിക്കേണ്ട നിബന്ധനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ നൽകിയിട്ടുള്ള ഫോം 8ന്റെ കോപ്പി, റിട്ടേണിംഗ് ഓഫീസർ നൽകിയ സീലും ഒപ്പുമുള്ള ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് എന്നിവയുമായി എത്തുന്ന കൌണ്ടിംഗ് ഏജന്റുമാർക്ക് മാത്രമായിരിക്കും വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനം അനുവദിക്കുക. വോട്ടെണ്ണൽ തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുൻപെങ്കിലും കൌണ്ടിംഗ് ഏജന്റ് ഹാളിലെത്തിയിരിക്കണം. വോട്ടെണ്ണൽ ഹാളിനകത്ത് കൌണ്ടിംഗ് ഏജന്റുമാർക്ക് ആവശ്യമായ പേന, നോട്ട്പാഡ് എന്നിവ കൈവശം വയ്ക്കാൻ അനുവദിക്കും. എന്നാൽ മൊബൈൽ ഫോൺ, മറ്റ് ഇലക്ട്രോണിക് റെക്കോർഡിംഗ് ഉപകരണങ്ങൾ തുടങ്ങിയവ കൈവശം വയ്ക്കാനോ വോട്ടെണ്ണലിനിടെ ഹാളിന് പുറത്തേക്ക് പോകാനോ അനുവദിക്കില്ല. രാജ്യതാൽപര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടാണ് ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരപ്രവർത്തനങ്ങൾക്കുള്ള ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ മണ്ണിൽ ഒരു സാഹചര്യത്തിലും ഭീകരപ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും ന്യൂഡൽഹിയിൽ നടന്ന ദേശീയ സുരക്ഷാ ഉച്ചകോടി 2.0-ൽ ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട 10ാമത് ദ്വിദിന ദേശീയ ഉച്ചകോടിക്ക് ഇന്ന് ചണ്ഡിഗഡിൽ തുടക്കമാകും. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ ഉദ്ഘാടനം ചെയ്യും. പൊതുജനാരോഗ്യവുമായി വെല്ലുവിളികളെ നേരിടുന്നതിനായി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും സ്വീകരിച്ച ഫലപ്രദമായ രീതികൾ ചർച്ച ചെയ്യുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ലഡാക്ക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബുദ്ധപൂർണിമ ദിനമായ നാളെ ആരംഭിക്കുന്ന ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകളുടെ അന്താരാഷ്ട്ര പ്രദർശനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ തിരുശേഷിപ്പുകൾ നേരിൽ കാണാൻ എത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. മധ്യപ്രദേശിലെ ധാർ ജില്ലയിൽ പിക്കപ്പ് വാൻ മറിഞ്ഞ് 12 തൊഴിലാളികൾ മരിച്ചു. 20 പേർക്ക് പരിക്കേറ്റു. വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന തൊഴിലാളികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി എന്നിവർ അനുശോചിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 50,000 രൂപ വീതവും ധനസഹായം നൽകും. ബംഗളൂരുവിൽ ഇന്നലെ കനത്ത മഴയിൽ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിൽ 2 മലയാളികളടക്കം 7 പേർ മരിച്ചു. കുടുംബശ്രീ വിനോദയാത്രാ സംഘത്തിലെ പിറവം രാമമംഗലം സ്വദേശികളായ സ്മിത, ലത എന്നിവരാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ഉച്ചയോടെ രാമമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുദർശനത്തിന് വച്ച ശേഷം രാമമംഗലത്തുള്ള സ്വന്തം വസതിയിലെത്തിക്കും. വൈകിട്ടോടെ സംസ്കാരം നടക്കും. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി ഉൾപ്പെടെയുള്ളവർ ദുഃഖം രേഖപ്പെടുത്തി. കാസർഗോഡ് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന 4.5 വയസ്സുകാരി മരിച്ചു. കാസർഗോഡ് വെസ്റ്റ് എളേരിയിലെ ഋതുചന്ദ്രയാണ് കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ഹജ്ജ് ക്യാമ്പിന് നെടുമ്പാശ്ശേരിയിൽ തുടക്കമായി. ആദ്യ ഹജ്ജ് വിമാനം ഇന്ന് ഉച്ചയ്ക്ക് 2:10 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും 430 തീർത്ഥാടകരുമായി പുറപ്പെടും. 20 സർവീസുകളാണ് കൊച്ചിയിൽ നിന്നുള്ളത്.
കേരളത്തിലെ 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നുമായി 13,194 പേരാണ് ഇത്തവണ ഹജ്ജ് തീർത്ഥാടനത്തിനായി യാത്ര തിരിക്കുന്നത്. ഇന്ത്യൻ വിമാന കമ്പനികൾ ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാനും വിപുലപ്പെടുത്താനും പദ്ധതിയിടുന്നതായി ദോഹയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. എംബസിയുടെ കണക്കനുസരിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ എന്നിവ നാളെ മുതൽ വിവിധ ഇന്ത്യൻ നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെട്ട എയർലൈൻ അധികൃതരുമായി ബന്ധപ്പെടാൻ യാത്രക്കാരോട് എംബസി നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ദ്വീപിൽ നിന്നും ലഭ്യമാക്കേണ്ട സ്പോൺസർഷിപ്പും ഒഴിവാക്കി. ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് ലക്ഷദ്വീപ് ഭരണകൂടം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം. ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ കൂടുതൽ സൗകര്യപ്രദമാക്കിക്കൊണ്ട് മുമ്പ് നിർബന്ധമാക്കിയിരുന്ന PCCയും ദ്വീപിൽ നിന്നും ലഭ്യമാക്കേണ്ടിയിരുന്ന സ്പോൺസർഷിപ്പുകളും ഒഴിവാക്കി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചു. പുതിയ വ്യവസ്ഥകൾ പ്രകാരം സഞ്ചാരികൾക്ക് ആധാർ കാർഡും ഫോട്ടോയും മാത്രം സമർപ്പിച്ചുകൊണ്ട് ദ്വീപുകളിലേക്കുള്ള എൻട്രി പെർമിറ്റുകൾ ഓൺലൈനായി അപേക്ഷിക്കാം. ഈ നീക്കം വഴി ലക്ഷദ്വീപിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും പ്രാദേശിക സാമ്പത്തിക മേഖലയ്ക്ക് പുതിയ ഉണർവ് പകരാനും സാധിക്കുമെന്ന് അധികൃതർ വിലയിരുത്തുന്നു. അതേസമയം പരിസ്ഥിതി ലോലമായ ലക്ഷദ്വീപിന്റെ മണ്ണിലേക്ക് ഒരേ സമയം കൂടുതൽ സന്ദർശകർ എത്തുന്നത് ദ്വീപുകളുടെ പരിസ്ഥിതി, സാമൂഹിക, സാംസ്കാരിക സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയും ദ്വീപ് നിവാസികളിൽ ചിലർ ഉയർത്തുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. പത്തനംതിട്ട, ഇടുക്കി, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ഏഷ്യൻ ബീച്ച് ഗെയിംസിൽ ഗുസ്തിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങൾ. 2 സ്വർണമടക്കം 4 മെഡലുകളാണ് ഗുസ്തിയിൽ മാത്രം ഇന്ത്യ സ്വന്തമാക്കിയത്. വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ പുഷ്പ യാദവും 70 കിലോഗ്രാം വിഭാഗത്തിൽ പ്രിയ മാലിക്കും സ്വർണം കരസ്ഥമാക്കി. പുരുഷന്മാരുടെ വിഭാഗത്തിൽ സിദ്ധാർത്ഥ് വെള്ളി മെഡലും വനിതകളുടെ 70 കിലോഗ്രാം വിഭാഗത്തിൽ ജസ്പ്രീത് കൌർ വെങ്കല മെഡലും സ്വന്തമാക്കി. ഇതോടെ ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 6 IPL ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രി ഗൈഡോ ക്രൊസറ്റയുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ സഹകരണവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു. ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രിയുടെ ഇന്ത്യയിലേക്കുള്ള ആദ്യ സന്ദർശനമാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1055 പോയിന്റ് ഇടിഞ്ഞ് 76,433-ലും നിഫ്റ്റി 333 പോയിന്റ് താഴ്ന്ന് 23,847-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി പവന് 160 രൂപ ഉയർന്ന് 1,10,480 രൂപയും ഗ്രാമിന് 13,810 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് പുരയിലുണ്ടായ സ്ഫോടനത്തിന്റെ അന്വേഷണത്തിനായി സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ ജില്ലയിലെത്തി. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ അപകടത്തിൽ പരിക്കുപറ്റി തൃശൂർ മെഡിക്കൽ കോളേജ് ചികിത്സയിൽ കഴിയുന്നവരെ സന്ദർശിച്ചു. അപകടം നടന്ന സ്ഥലവും കമ്മീഷൻ സന്ദർശിച്ചു. ലഭ്യമായ വിവരങ്ങളെല്ലാം പരിശോധിച്ച് 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പങ്കുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡീംഡ് സർവകലാശാലയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷന്റെ കോട്ടയം ക്യാമ്പസ് നടത്തുന്ന 1 വർഷത്തെ മലയാളം ജേർണലിസം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി മെയ് 18 വരെ നീട്ടി. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. പ്രവേശന പരീക്ഷ മെയ് 23 നടക്കും. കൂടുതൽ വിവരങ്ങൾ imc.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് വിപുലമായ ക്രമീകരണങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഫലപ്രഖ്യാപനത്തിന് ഇനി 4 ദിവസം മാത്രം. ഭീകരതയ്ക്കെതിരെ രാജ്യതാൽപര്യത്തിനനുസരിച്ചുള്ള നിലപാടാണ് ഇന്ത്യ എക്കാലവും സ്വീകരിച്ചിട്ടുള്ളതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട 10ാമത് ദ്വിദിന ദേശീയ ഉച്ചകോടിക്ക് ചണ്ഡിഗഡിൽ ഇന്ന് തുടക്കമാകും. വിനോദസഞ്ചാരികൾക്കുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും സ്പോൺസർഷിപ്പും ഒഴിവാക്കി ലക്ഷദ്വീപ് ഭരണകൂടം ഉത്തരവിറക്കി. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഏഷ്യൻ ബീച്ച് ഗെയിംസിൽ ഗുസ്തിയിൽ മിന്നും പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ താരങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 3 മണിക്ക്.